നിലമ്പൂരിലെ ജനങ്ങൾ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ്. LDF-നും UDF-നും ഒരുപോലെ നിർണായകമാണ് ഈ തിരഞ്ഞെടുപ്പ്. ഇവിടെ UDF ജയിക്കും, വൻ ഭൂരിപക്ഷത്തിൽ UDF ജയിക്കും. പി അൻവറിൻ്റെ ആൾക്കാർ നമ്മളുടെ മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ ആൾക്കാരാണ്. ഇവിടെ UDF-നാണ് മുൻഗണന. ആര് സ്ഥാനാർത്ഥിയായാലും UDF-ൽ തീർച്ചയായിട്ടും UDF-ൻ്റെ വിജയം സുനിശ്ചിതമായിരിക്കും. മൊത്തത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഭരണ നേട്ടത്തിൻ്റെ വിലയിരുത്തൽ കൂടിയായിരിക്കും ഇത്. PV അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയും ഇതിൻ്റെ ഒരു വിലയിരുത്തലായിരിക്കും. ഭരണവിരുദ്ധ വികാരമുണ്ട്, അപ്പൊ അതിനുള്ളൊരു മറുപടി ആയിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നാ പറയുന്നത്. അതൊന്നും പാടില്ല, അതൊക്കെ വെറുതെ പറയണം. ഈ കാളികാവ് ഉൾപ്പെടെ ഒരാളെ കടുവ കടിച്ചു കൊന്നു. അത് ഈ കോൺഗ്രസ്സുകാർ വെറുതെ പറഞ്ഞിട്ടാക്കണം. സർക്കാരിനെതിരെ കുറെ വിമർശനങ്ങൾ വരുന്നുണ്ട്, അതൊന്നും ബാധിക്കില്ല എന്നാണ്. അതൊന്നൊക്കെ അല്ല, UDF-ന്റെ വിമർശനങ്ങൾ മാത്രമേ ഉള്ളൂ. PV അൻവർ ഈ പറയുന്നത് പോലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു, ജയിച്ചു. ഞാനൊക്കെ PV അൻവറിന്റെ പിന്നിൽ അടിയറച്ച് വിശ്വസിക്കുന്ന ആളായിരുന്നു. PV അൻവർ പാർട്ടിനെ തള്ളി പറഞ്ഞതോട് കൂടി നമ്മളതിന് ഓനെ വിട്ടു. ഇവിടെ എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ്. ഇവർ PV-ന് ഒരു ഇതുമില്ല. മണ്ഡലത്തിൽ കുറെ വന്യജീവി പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സർക്കാരിന് കൃത്യമായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് ഇന്നും തുടങ്ങിയാലോ, വണ്ടേ എന്ന് ഉണ്ടോ അന്ന് തൊട്ട് വന്യജീവി പ്രശ്നങ്ങളും ഉണ്ട്. സുധാകരൻ പറഞ്ഞില്ല, അപ്പം മൂപ്പറുള്ള കാലത്ത് തന്നെ പല പരിപാടി നടത്തിയാണ്, വിജയിച്ചിട്ടില്ല എന്നില്ല. 9 വർഷമായിപ്പോൾ LDF ഭരിക്കണേ. നാട്ടിലെ ജനങ്ങളാകെ ബുദ്ധിമുട്ടി. കേന്ദ്രവും സംസ്ഥാനവും ഒരേ മാതിരിയായി. ജനങ്ങൾ വളരെ പ്രയാസത്തിലാണ്. ആര്യാൺ ഷൗക്കത്ത് വളരെ ഏബിളാണ്, നല്ല കഴിവുള്ള ആളാണ്. മറ്റുള്ള ഇവിടുത്തെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രഗത്ഭനായ ഒരു നേതാവ് ഇപ്പോൾ ഷൗക്കത്ത് തന്നെ ഉള്ളൂ. PV അൻവറിന്റെ ഒരു രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും? മോശപ്പെട്ട ആളല്ല, അയാൾ ഉള്ളതുകൊണ്ട് കുറച്ച് വോട്ട് കിട്ടിക്കൂടായൊന്നുമില്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. ആര് ജയിക്കുമെന്ന് തോന്നുന്നു നിലമ്പൂര്? എൻ്റെ അഭിപ്രായം കോൺഗ്രസ് ജയിക്കുന്നതാണ്. ആര് ജയിക്കും ചോദിച്ചാലിപ്പോൾ ആര്യ സൗഖ്യത്ത് നിൽക്കണം. PV അൻവറിന്റെ ഒരു UDF-നോടുള്ള അനുഭാവം ഗുണം ചെയ്യും? അത് പറയാൻ പറ്റില്ല.